Good morning all. HSSD കമ്പ്യൂട്ടർ സയൻസ് സിലബസിലെ IT സെക്യൂരിറ്റി എന്ന ഭാഗത്തുള്ള സെക്യൂരിറ്റി ബേസിക് കൺസെപ്റ്റ്സിന്റെ തിയറി പാർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതിലെ ചില MCQs നമുക്ക് ചെക്ക് ചെയ്യാം. First question. According to CIA triad, which of the below mentioned element is not considered in the triad? അതായത് CIA triad എന്നുള്ള ബേസിക് മോഡലിൽ പെടാത്ത എലമെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം CIA ട്രയാഡിൽ കോൺഫിഡൻഷ്യാലിറ്റി, അവൈലബിലിറ്റി, ഇന്റഗ്രിറ്റി എന്നുള്ള 3 ടേംസ് ആണ് വരുന്നത്. ഇതിൽ പെടാത്തത് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഓതന്റിസിറ്റിയാണ്. ബാക്കി 3ഉം എന്താണ് CIA ട്രയാഡിലുള്ള ടേംസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, ഓതന്റിസിറ്റി. Second question. This is the model designed for guiding the policies of information security within a company, firm or organization. What does this refer to here? ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസീസിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ബേസിക് മോഡലുണ്ട്. ആ മോഡൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കോൺഫിഡൻഷ്യാലിറ്റി, നോൺ റെപ്യൂഡിയേഷൻ, CIA ട്രയാഡ്, ഓതന്റിസിറ്റി. നമുക്കറിയാം CIA ട്രയാഡ് ആണ് ആ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CIA ട്രയാഡ് ഈസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻസ് നോക്കാം. NIC നോൺ റെപ്യൂഡിയേഷൻ, ഇന്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി. AIC ഓപ്ഷൻ ബി AIC അവൈലബിലിറ്റി, ഇന്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി. ഓപ്ഷൻ സി AIN അവൈലബിലിറ്റി, ഇന്റഗ്രിറ്റി, നോൺ റെപ്യൂഡിയേഷൻ. ഓപ്ഷൻ ഡി AIC ഓതന്റിസിറ്റി, ഇന്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി. നമുക്കറിയാം CIA ട്രയാഡ് എന്ന് പറയുന്നത് CIA മീൻസ് ഇന്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, അവൈലബിലിറ്റി എന്നുള്ള 3 ടേംസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് CIA. ഇതിൽ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന ഈ 3 ടേംസും വരുന്നത് AIC എന്നുള്ളതാണ്. ഓപ്ഷൻ ബി. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Fourth question. When you use the word dash, it means you are protecting your data from getting disclosed. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, ഓതന്റിക്കേഷൻ, അവൈലബിലിറ്റി. അതായത് നമ്മളുടെ ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന, അതായത് അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയറിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ള ടേമാണ്. Fifth question. Dash means protection of data from modification by unknown users. അൺനോൺ യൂസേഴ്സിൽ നിന്ന് ഡാറ്റയെ മോഡിഫൈ ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വരുന്നത് ഇന്റഗ്രിറ്റി എന്നുള്ള ടേമാണ്. ഡാറ്റ മോഡിഫൈ ചെയ്യാതെ കറക്റ്റ് യൂസറിൽ നിന്ന് റിസീവറിലേക്ക് തന്നെ ഡാറ്റ എത്തുക എന്നുള്ളത് ഇന്റഗ്രിറ്റി എന്നുള്ള ടേം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Sixth question. When integrity is lacking in a security system, dash occurs. ഇന്റഗ്രിറ്റി എന്നുള്ള ടേം സെക്യൂരിറ്റി സിസ്റ്റത്തിൽ ലാക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഡാറ്റാബേസ് ഹാക്കിംഗ്, ഡാറ്റ ഡിലീഷൻ, ഡാറ്റ ടാമ്പറിംഗ്, ഡാറ്റ ലീക്കേജ്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഡാറ്റ ടാമ്പറിംഗ് ആണ്. ഡാറ്റ ടാമ്പറിംഗ് എന്ന് പറയുന്നത് ഒരു ഡാറ്റയെ ടാമ്പർ ചെയ്യാൻ മീൻസ് മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ചെയ്യുന്നുള്ളൊരു മീനിങ് ആണ്. അത് സ്യൂട്ടബിൾ ആയിട്ട് ഇന്റഗ്രിറ്റി ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി. Seventh question. Dash of information means only authorized users are capable of accessing the information. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമായിരിക്കും ആക്സസ് ചെയ്യാൻ പറ്റുക. അതായത് ഒരു കറക്റ്റ് യൂസർ ഒരു സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് അതിൻ്റെ കറക്റ്റ് റിസീവറിലേക്ക് തന്നെ റീച്ച് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ഇതിനകത്ത് ഈ ഒരു ചോദ്യത്തിൽ ഉള്ളത്. അതായത് അവൈലബിലിറ്റി ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, നോൺ റെപ്യൂഡിയേഷൻ, അവൈലബിലിറ്റി ആണ്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് അവൈലബിലിറ്റി ആണ്. എട്ടാമത്തെ ചോദ്യം. ഡാറ്റ ഇന്റഗ്രിറ്റി ഗെറ്റ്സ് കോംപ്രമൈസ്ഡ് വെൻ ഡാഷ് ആൻഡ് ഡാഷ് ആർ ടേക്കൺ കൺട്രോൾ ഓഫ്. ഇന്റഗ്രിറ്റി ടേമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ. അതായത് ഇന്റഗ്രിറ്റി
എപ്പോഴാണ് ഉണ്ടാവുന്നത്, അത് ഏത് രണ്ട് ടേമുകളുടെ എന്താ പറയുക കൺട്രോൾ അല്ലെങ്കിൽ ഏത് രണ്ട് ടേമുകളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഓപ്ഷൻസ് നോക്കി നോക്കാം. ആക്സസ് കൺട്രോൾ, ഫയൽ ഡിലീഷൻ, നെറ്റ്വർക്ക്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആക്സസ് കൺട്രോൾ, ഫയൽ ഡിലീഷൻ. ഓപ്ഷൻ ബി നെറ്റ്വർക്ക്, ഫയൽ പെർമിഷൻ. ഓപ്ഷൻ സി ആക്സസ് കൺട്രോൾ, ഫയൽ പെർമിഷൻ. ഓപ്ഷൻ ഡി നെറ്റ്വർക്ക് സിസ്റ്റം. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആക്സസ് കൺട്രോൾ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഫയൽ ഡിലീഷൻ ആണ് രണ്ടാമത്തെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇതിന് സ്യൂട്ട് ആവുന്ന ഒരു കാര്യമല്ല ഫയൽ ഡിലീഷൻ. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക്, ഫയൽ പെർമിഷൻ. നെറ്റ്വർക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ എന്താ പറയുക, അതിന് ഇൻറ്റഗ്രിറ്റിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓപ്ഷൻ ഡി നോക്കാം, നെറ്റ്വർക്ക് സിസ്റ്റം. അതിലും സ്യൂട്ട് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആക്സസ് കൺട്രോൾ ആൻഡ് ഫയൽ പെർമിഷൻ. അതായത് ആക്സസ് കൺട്രോളിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വരുന്ന എന്തൊക്കെയാണ്, അതായത് ഒരു കറക്റ്റ് ഒരു പെർട്ടിക്കുലർ യൂസറിന് അതിനാവശ്യമായിട്ടുള്ള ഡാറ്റകൾ ആരിൽ നിന്നൊക്കെ അക്സെപ്റ്റ് ചെയ്യാം, ആരൊക്കെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ആക്സസ് കൺട്രോളിൽ വരുന്നത്. ഫയൽ പെർമിഷൻ എന്ന് പറയുന്നത് എന്താണ്, യൂസറിന്റെ ഫയൽ ആർക്കൊക്കെ ആക്സസ് ചെയ്യാം, ആർക്കൊക്കെ പെർമിഷൻ കൊടുക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ കോമൺ വേ ടു മെയിൻറ്റെയിൻ ഡാറ്റ അവൈലബിലിറ്റി. ഡാറ്റ അവൈലബിലിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വൺ വേ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡാറ്റ ക്ലസ്റ്ററിംഗ്, ഡാറ്റ ബാക്കപ്പ്, ഡാറ്റ റിക്കവറി, ഡാറ്റ ഓൾട്ടറിംഗ്. ഇതിൽ നമുക്കറിയാം ഡാറ്റ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റയെ നമുക്ക് ഒരു റിസീവറിന് അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നത് ഏതാണ്, ഡാറ്റ ബാക്കപ്പ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി പത്താമത്തെ ചോദ്യം നോക്കാം. ദി അറ്റാക്കർ യൂസിങ് എ നെറ്റ്വർക്ക് ഓഫ് കോംപ്രമൈസ്ഡ് ഡിവൈസസ് ഈസ് നോൺ ആസ് ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇന്റർനെറ്റ്, ഓപ്ഷൻ ബി ബോട്ട്നെറ്റ്, ഓപ്ഷൻ സി ടെൽനെറ്റ്, ഓപ്ഷൻ ഡി ഡിനെറ്റ്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ബോട്ട്നെറ്റ് ആണ്. ബോട്ട്നെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അതായത് അറ്റാക്കർ യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതായത് മലീഷ്യസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെയാണ് ബോട്ട്നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റാക്കർ യൂസ് ചെയ്യുന്നത് ഏതാണ്, ബോട്ട്നെറ്റ് എന്നുള്ള ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ബോട്ട്നെറ്റ് ആണ്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.